Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് MI ബ്രാൻഡഡ് ഫോണുകളിൽ എങ്ങനെ ഒരു കസ്റ്റം റിക്കവറി അതായത് ഒരു TWRP റിക്കവറി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. സാംസങ് ഫോണുകളിൽ TWRP കസ്റ്റം റിക്കവറി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, ഇന്ന് MI ബ്രാൻഡഡ് ഫോണുകളിൽ. അപ്പോൾ എന്താണ് ഈ കസ്റ്റം റിക്കവറി എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഫോണിലും ഒരു റിക്കവറി മോഡ് ഉണ്ടാവും. ഒരു പുതിയൊരു ഫോൺ വാങ്ങുമ്പോഴത്തേക്കും കമ്പനിക്കാർ തന്നെ അതിൽ നൽകിയിരിക്കുന്ന ഒരു റിക്കവറി മോഡിനെയാണ് സ്റ്റോക്ക് റിക്കവറി മോഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോക്ക് റിക്കവറി മോഡ് ഉപയോഗിച്ച് നമുക്ക് യാതൊരുവിധ മോഡിഫിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ സ്റ്റോക്ക് റിക്കവറി എടുത്ത് കളഞ്ഞതിന് ശേഷം അതിലൊരു കസ്റ്റം റിക്കവറി തേർഡ് പാർട്ടി ഡെവലപ്പർമാർ നമ്മുടെ ഫോണിന് വേണ്ടി നിർമ്മിച്ച് നൽകുന്ന റിക്കവറിയാണ് കസ്റ്റം റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ TWRP അതായത് കസ്റ്റം റിക്കവറി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് മോഡിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ചെയ്യാൻ സാധിക്കും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യാൻ സാധിക്കും, കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ഫീച്ചേഴ്സുകൾ കൂടുതൽ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു ആൻഡ്രോയിഡ് മൊബൈലിനെ സംബന്ധിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ കസ്റ്റം റിക്കവറി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക വഴി സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അത് എങ്ങനെയാണ് എന്നുള്ളത് MI ഫോണുകൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ MI ഫോണുകളിൽ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൽ ചില മാറ്റങ്ങൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്തിരിക്കണം. നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ എങ്ങനെ അൺലോക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ MI ഫോണുകളുടെ ബൂട്ട് ലോഡർ അൺലോക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഇത്രയും ചെയ്ത ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു TWRP റിക്കവറി ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം. TWRP ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം. നിങ്ങളുടെ ഫോണിന് സൂറ്റബിൾ ആയിട്ടുള്ള TWRP ഫയൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുക. ഫയലുകൾ മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിന് സൂറ്റബിൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ അടിച്ച് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി നിങ്ങളുടെ TWRP ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. മൂന്നാമത് കാര്യം എന്നാൽ ലേസി ഫ്ലാഷർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ SD കാർഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മെമ്മറി സ്റ്റോറേജിലോ ലേസി ഫ്ലാഷർ എന്ന് പറയുന്ന ഒരു ഫയൽ കൂടി സിപ്പ് ഫയൽ കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. കണ്ട, ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലേസി ഫ്ലാഷറിൻ്റെ. കാരണം MI ഫോണുകളിലൊക്കെ കസ്റ്റം റിക്കവറി ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ബൂട്ട് ലൂപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ലേസി ഫ്ലാഷർ കൂടി നമ്മൾ സിപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫോൺ റീബൂട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ബൂട്ടിംഗ് നടക്കാതെ വരികയും ഫോണ് ബൂട്ട് ലൂപ്പിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ലേസി ഫ്ലാഷർ നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ ചെയ്ത് വെക്കേണ്ടത്. TWRP ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുക, ലേസി ഫ്ലാഷർ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക വിത്തൗട്ട് ഫോൾഡറുള്ള രീതി. അതായത് നമ്മളിത് ഫയൽ മാനേജർ ഓപ്പൺ ആക്കിയാൽ തന്നെ അത് കാണത്തക്ക രീതിയിൽ വേണം ചെയ്യേണ്ടത്. അല്ലാതെ ഫോൾഡറിൻ്റെ അകത്തല്ല ചെയ്യേണ്ടത്, ഫോൾഡറിന് പുറത്ത് തന്നെ നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ഓപ്പൺ ആക്കിയാൽ തന്നെ ആ ഒരു ഫയൽ വരണം. ഓക്കെ, മൂന്നാമത് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല ഫയലുകളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക. കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് സോഫ്റ്റ്വെയർ വീണ് ചെയ്യേണ്ട ഫോണ് പ്രോബ്ലംസ് വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളെല്ലാം തന്നെ നിങ്ങൾ ബാക്കപ്പ് ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് USB ഡീബഗിങ്ങും OEM അൺലോക്കിങ്ങും രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷനിൽ പോകുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ MIUI വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് അവിടെ നിങ്ങൾ 7 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിൽ ചെന്നതിന് ശേഷം താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ട, ഡെവലപ്പർ ഓപ്ഷൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ആയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കുക. അതിനുശേഷം OEM അൺലോക്കിംഗ് ഓൺ ആക്കുക. അതോടൊപ്പം തന്നെ USB ഡീബഗിങ് ജസ്റ്റ് ഇത് രണ്ടും നിങ്ങൾ ഓൺ ആക്കിയെടുക്കുക. USB ഡീബഗിങ്ങും OEM അൺലോക്കിങ്ങും നിങ്ങൾ ഓൺ ആക്കിയെടുക്കുക. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കില്ല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണ് ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് എടുക്കുക എന്നുള്ളത്. ഫാസ്റ്റ് ബൂട്ട് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡൗൺലോഡിംഗ് മോഡാണ്. ഓക്കെ, നമ്മൾ സാംസങ്ങിലേക്ക് ഡൗൺലോഡിംഗ് മോഡ് എടുക്കുന്നത് പോലെ ഇതിൽ ഫാസ്റ്റ് ബൂട്ട് മോഡ് എന്ന് പറയും. അതിനായിട്ട് നിങ്ങളുടെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫോണ് പവർ ഓഫ് ചെയ്യുക. പവർ ഓഫ് ചെയ്ത ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുക. വോളിയം ഡൗൺ ബട്ടൺ ആൻഡ് പവർ ബട്ടൺ ഒന്നിച്ച് പ്രസ് ചെയ്യുക.
ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് ഫാസ്റ്റ് ബൂട്ട് മോഡ് തന്നെ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെല്ലാം കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇനി കമ്പ്യൂട്ടറിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ ഫോണിൻ്റെ കസ്റ്റം റിക്കവറി TWRP റിക്കവറി ഫയൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിന് സൂറ്റബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള TWRP റിക്കവറി ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ കൊണ്ടുവരിക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സേഫായിട്ടും അതുപോലെ തന്നെ സക്സസ് ആവുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ, ഈ ഒരു കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കിയ ശേഷം ഈ ഒരു ഫോൾഡറിനകത്ത് നിങ്ങൾ ഈ ഒരു ഫയൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ആ ഒരു ഫയലിനകത്ത്, അതായത് നമ്മുടെ ന്യൂ ഫോൾഡറിനകത്ത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയലിനകത്ത് ഞാനൊരു നിങ്ങളുടെ ഫോണിൻ്റെ റിക്കവറി ഫയൽ ഇവിടെ കൊണ്ടുവരിക. അത് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ നമ്പറായിട്ടൊക്കെ ഒരു വേർഷൻ നമ്പറായിട്ടായിരിക്കും കാണുന്നത്. ജസ്റ്റ് അതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും റീനെയിം ചെയ്യുക. ചിലപ്പോൾ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കത്തില്ല, അതുകൊണ്ട് റീനെയിം ചെയ്യുക. ഓക്കെ, ഞാൻ റീനെയിം ചെയ്യുകയാണ്. റീനെയിം TWRP എന്ന് റീനെയിം ചെയ്യുക. ഓക്കെ, TWRP എന്ന് റീനെയിം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ഫയൽ TWRP എന്ന് പറയുന്ന റീനെയിം ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ജസ്റ്റ് ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ CMD എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. മുകളിൽ TMD എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് CMD എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫോൾഡറിനകത്ത് നിന്ന് തന്നെ നമുക്കൊരു കമാൻഡിങ് പ്രോംപ്റ്റ് ഓപ്പൺ ആവുന്ന കാണാൻ സാധിക്കും. കണ്ട, മെയിൻ ന്യൂ ഫോൾഡർ, ഈ ഒരു ഇതിൽ തന്നെ ഒരു കമാൻഡിങ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ കമാൻഡ് ചെയ്യണം. കുറച്ച് കമാൻഡിങ് ഉണ്ടാകും. കറക്റ്റായിട്ട് നിങ്ങൾ കമാൻഡ് ചെയ്യുക. ഒന്നാമത്തെ കമാൻഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബൂട്ട് ഡിവൈസസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്പേസില്ലാതെ ഫാസ്റ്റ് ബൂട്ട് എന്ന് അടിച്ച ശേഷം ഒരു സ്പേസ് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഡിവൈസസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം മറന്നുപോയി. നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഫാസ്റ്റ് ബൂട്ട് മോഡിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് ഫാസ്റ്റ് ബൂട്ട് മോഡിൽ കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം അതിനുശേഷമാണ് നിങ്ങൾ ഫാസ്റ്റ് ബൂട്ട് സ്പേസ് ഡിവൈസസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഓക്കെ, കണക്ട് ചെയ്ത ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ കോഡ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്പർ വന്നാൽ മാത്രമേ കണക്ട് ആവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായി കണക്റ്റിംഗ് അല്ല. നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ മൊബൈലും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നുള്ള ഡ്രൈവിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണുക. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത്, വീണ്ടും നിങ്ങൾ ഫാസ്റ്റ് ബൂട്ട് സ്പേസ് ഫ്ലാഷ് സ്പേസ് റിക്കവറി എന്ന് ടൈപ്പ് ചെയ്യുക. റിക്കവറി എന്ന് ടൈപ്പ് ചെയ്യുക. ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടത്തില്ല. റിക്കവറി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സ്പേസ് നമ്മളിപ്പോൾ റീനെയിം ചെയ്തില്ലേ TWRP എന്ന്, ആ ഒരു ഫയലിൻ്റെ പേര് ഇവിടെ TWRP എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒരു ഡോട്ട് കൊടുത്തിട്ട് IMG എന്നുകൂടി ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എൻ്റർ കൊടുക്കുക. കണ്ട, ഇവിടെ വന്നിരിക്കുന്നതായിരിക്കും സെൻഡിങ് റിക്കവറി ഇത്ര KB ഉണ്ട്. ഓക്കെ, റൈറ്റിംഗ് റിക്കവറി ഓക്കെ, ഫിനിഷ്ഡ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് കസ്റ്റം റിക്കവറി ഫ്ലാഷ് ആയിട്ടുണ്ട്. ഈ ഒരു ഫോണിലേക്ക് കസ്റ്റം റിക്കവറി ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഫോണ് കസ്റ്റം റിക്കവറി നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരിക. അത് കസ്റ്റം റിക്കവറി ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റം റിക്കവറി മോഡിലേക്ക് വരിക. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു കമാൻഡ് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കമാൻഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസ് അടുത്ത നിങ്ങൾ TWRP .img. ഓക്കെ, TWRP.img എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ എൻ്റർ കൊടുക്കുക. നിങ്ങൾ ബൂട്ടിംഗ് ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കസ്റ്റം റിക്കവറി മോഡിലേക്ക് ഫോൺ വരുന്നതായിരിക്കും. കണ്ട, ടീം വിൻ എന്ന് പറഞ്ഞാൽ കസ്റ്റം റിക്കവറി മോഡിലേക്ക് വന്നിട്ടുണ്ട്. കണ്ട, ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഫോണിലെ കസ്റ്റം റിക്കവറി. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടർ
ക്ലോസ് ചെയ്യാം, കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡാറ്റ കേബിൾ ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ടീമിൻ്റെ കസ്റ്റം റിക്കവറി ടീമിൻ്റെ TWRP കസ്റ്റം റിക്കവറി എന്ന് പറഞ്ഞാൽ ഇതിലാണ്. ഇതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാള്, വൈപ്പ്, ബാക്കപ്പ്, റീസ്റ്റോർ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം, ഫോൺ റൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷന് വന്നിട്ട് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എത്തിയതിനു ശേഷം ഇനി നമുക്ക് റീബൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്, ചില സാംസങ് ഫോണൊക്കെ നമുക്ക് വേണമെങ്കിൽ റീബൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ റീബൂട്ടായി ഓണായി വരും. പക്ഷേ MI ഫോണുകൾക്ക് ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ബൂട്ടിംഗ് നടക്കില്ല, ഫോൺ ഓണാകാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലേസി ഫ്ലാഷർ സിപ്പ് ഫ്ലാഷ് ചെയ്യണം എന്നുള്ളത്. അപ്പം ലേസി ഫ്ലാഷർ ഫ്ലാഷ് ചെയ്യുന്നതിനായിട്ട് എല്ലാ ഫോണുകൾക്കും ചിലപ്പോൾ വേണ്ടി വരില്ല, മിക്ക ഫോണുകൾക്കും ഇത് വേണ്ടി വരും. MI ഫോണുകൾ മിക്ക ഫോണുകളും ലേസി ഫ്ലാഷർ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകാം. അവിടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെലക്ട് സ്റ്റോറേജ് ഉണ്ട്. സെലക്ട് സ്റ്റോറേജിൽ പോയിട്ട് ഇൻറ്റർണൽ സ്റ്റോറേജ് നിങ്ങളുടെ ഇൻറ്റർണൽ സ്റ്റോറേജിലാണ് ഉണ്ടെങ്കിൽ, ലേസി ഫ്ലാഷർ ഇൻറ്റർണൽ സ്റ്റോറേജിലാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ ഇൻറ്റർണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. SD കാർഡിലാണെങ്കിൽ SD കാർഡ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ OTG സപ്പോർട്ടിങ് OTG വഴിയാണെങ്കിൽ OTG സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇൻറ്റർണൽ മെമ്മറി സ്റ്റോറേജിൽ തന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻറ്റർണൽ മെമ്മറി സ്റ്റോറേജിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻറ്റർണൽ മെമ്മറി സ്റ്റോറേജിന് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഏറ്റവും താഴെയായിട്ട് ലേസി ഫ്ലാഷറിൻ്റെ ആ ഒരു ഫയൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇൻസ്റ്റാൾ സിപ്പ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ സിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, എങ്കിലേ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ. അത് മറക്കാതിരിക്കുക. ഇത് മാറിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഇൻസ്റ്റാൾ സിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിനു ശേഷം ലേസി ഫയൽ സിപ്പ് ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ നിന്നും റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇവിടെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നടക്കും, ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. ഇവിടെ ഡൺ എന്ന് വരും. ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിലായിട്ട് റീബൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീബൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അപ്പോഴത്തേക്കും ഫോൺ റീബൂട്ട് ആവും. ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോൺ റീബൂട്ടായി വരുന്നതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇത്തിപ്പുറം സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകൾ വരികയാണെങ്കിൽ ഫോൺ ബൂട്ട് ലൂപ്പിലേക്ക് പോകും. പിന്നീട് നമ്മൾ വീണ്ടും സോഫ്റ്റ്വെയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളെല്ലാം തന്നെ ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഫോണ് റീബൂട്ടായി വന്നിട്ടുണ്ട്, ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോണ് കസ്റ്റം റിക്കവറിലേക്ക് അല്ലെങ്കിൽ TWRPയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നിങ്ങളുടെ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. എങ്ങനെയാണ് കസ്റ്റം റിക്കവറി എടുക്കേണ്ടതെന്ന് വെച്ചാൽ വോളിയം അപ്പ് ബട്ടൺ ആൻഡ് പവർ ബട്ടൺ, ഈ രണ്ട് ബട്ടൺ നിങ്ങൾ ഒന്നിച്ച് പ്രസ് ചെയ്യുക. വോളിയം അപ്പ് ബട്ടൺ പവർ ബട്ടണും ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ലോങ് ആയിട്ട് പ്രസ് ചെയ്ത ശേഷം ഒരു വൈബ്രേഷൻ വരുമ്പോഴത്തേക്കും പവർ ബട്ടൺ കൈയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വോളിയം അപ്പ് ബട്ടൺ അങ്ങനെ പ്രസ് ചെയ്തതിനെ പിടിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കസ്റ്റം റിക്കവറി ആ ഒരു മോഡ് നിങ്ങൾക്ക് ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോൺ റൂട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ റീപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.